നമ്മുടെ ഓരോ ദിവസവും മിക്കവാറും ഒരുപോലെയാണല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, ഒരേ വഴിയിലൂടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക്, ഒരേ ആളുകൾ, വൈകുന്നേരം അതേ വഴി തിരിച്ച്. ഉം, ഈ ഒരു ദിനചര്യ, ഈ റുട്ടീൻ നമുക്കൊരു സുഖം തരുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ? ഈ സുഖം ഒരു പക്ഷെ നമ്മുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുകയാണോ എന്ന്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആശയങ്ങൾ ഒരു സെയിൽസ്മാന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ആർക്കും അവരവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. തീർച്ചയായും. കാരണം ഇത് വിൽപ്പനയുടെ മാത്രം കാര്യമല്ല, മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ആ കംഫർട്ട് സോൺ. അതെ, കംഫർട്ട് സോൺ. നമ്മുടെ കയ്യിലുള്ള ഈ രേഖകൾ തുടങ്ങുന്നത് തന്നെ നെഞ്ചിൽ കൊള്ളുന്നൊരു ചോദ്യവുമാണ്. നിങ്ങളൊരു സെയിൽസ്മാനാണെന്ന് കരുതുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ 40 കടകളിലാണോ പോകുന്നത്? ഓ, അതല്ല. ആ 40 കടകൾ നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയാണോ അതോ തടസ്സപ്പെടുത്തുകയാണോ? ആ ചോദ്യം എന്നെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം ആ 40 കടകൾ എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണല്ലേ? അതെ, ഒരു എഴുത്തുകാരന് അത് ഒരേ വിഷയം തന്നെയാവാം. ഒരു IT പ്രൊഫഷണലിന് അത് അയാൾ എപ്പോഴും ഉപയോഗിക്കുന്ന അതേ ടെക്നോളജി ആവാം. നമ്മളൊരു വൃത്തം വരച്ച് അതിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങുന്നു. ശരിയാണ്. നമ്മുടെ മുന്നിലുള്ള ഈ ഉറവിടത്തിൽ ഒരു വാചകമുണ്ട്. നിങ്ങളുടെ ദിവസവുമുള്ള 40 നിങ്ങളുടെ ദിവസവുമുള്ള വരുമാനത്തെ തടയുന്നുണ്ടോ? ആ ചോദ്യം നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടതാണ്. കാരണം ഈ ദിനചര്യകൾക്ക് ഒരു കെണിയുടെ സ്വഭാവമുണ്ട്. തുടക്കത്തിൽ അത് നമുക്ക് സുരക്ഷ തരും, കാര്യങ്ങൾ എളുപ്പമാക്കും. പക്ഷെ പതിയെ പതിയെ അതൊരു ജയിലായി മാറും. പുറത്തുള്ള അവസരങ്ങൾ നമ്മൾ കാണാതെ പോകും. കാണുകയില്ല, കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുന്നതേയില്ലല്ലോ. നമ്മുടെ ലോകം ആ 40 കടകളിൽ ഒതുങ്ങും. ശരിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം ഇതാണ്: എങ്ങനെ ഈ ചെറിയ വൃത്തം പൊട്ടിച്ച് പുറത്തു കടക്കാം. ഒരു ചെറിയ പുതിയ ചുവട്, അത് നമ്മുടെ ജോലിയിൽ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഈ രേഖകളുടെ സഹായത്തോടെ നമുക്കൊണ്ട് പരിശോധിക്കാം. അതെ, നമുക്ക് ആ വഴികളൊന്ന് നോക്കാം. അപ്പോ ഈ ഉറവിടത്തിലെ പ്രധാന ആശയം വളരെ ലളിതമാണ്. നിങ്ങളുടെ ജോലിയിൽ ശരിക്കും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണത്? ഇന്ന് ഞാൻ പുതുതായി എന്തു ചെയ്യുന്നു? ഉം, ഒരു പുതിയ തെരുവിലേക്ക് പോയോ? ഉം, ഒരു പുതിയ കസ്റ്റമറെ വിളിച്ചോ? ഉം, ഇന്നലെ വരെ ചെയ്യാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഉം. അതോ ഇന്നലെയും അതേ വഴികളിലൂടെ അതേ ചിന്തകളുമായിട്ടാണോ പോയത്? ഇതിലൊരു മനഃശാസ്ത്രപരമായ വശമുണ്ട്. പുതിയ വഴികൾ തേടുന്നത് നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്താ നമ്മളിൽ പലരും അത് ചെയ്യാത്തത്? അതെന്താ? മടിയാണോ? മടിയുണ്ടാവാം, പേടിയുണ്ടാവാം. പക്ഷെ പ്രധാന കാരണം നമ്മുടെ തലച്ചോറാണ്. അതെപ്പോഴും എളുപ്പവഴികൾ തേടും. ഊർജം ലാഭിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ജോലി. ഓ, ശരി. പരിചിതമായ വഴികളിലൂടെ പോകുമ്പോൾ അധികം ആലോചിക്കേണ്ട, റിസ്കില്ല. എല്ലാം ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ അങ്ങ് നടക്കും. അപ്പോ നമ്മള് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മുടെ തലച്ചോറ് നമ്മളെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ഒരു പരിധിവരെ അതെ. പക്ഷേ ഈ ഉറവിടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: യഥാർത്ഥ അവസരങ്ങൾ, യഥാർത്ഥ വളർച്ച, അതെല്ലാം ആ ഓട്ടോ പൈലറ്റ് മോഡ് ഓഫ് ചെയ്യുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ്. ആ, പരിചിതമായ വഴിയുടെ തൊട്ടപ്പുറത്ത് അല്ലേ? അതെ, അപ്പുറത്തുള്ള ഒരു ചെറിയ ഇടവഴിയിലായിരിക്കാം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയൊരു അവസരം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ആശയം വ്യക്തമാക്കാൻ നമ്മുടെ കയ്യിലുള്ള ഉറവിടത്തിൽ എന്നെ ശരിക്കും പിടിച്ചിരുത്തിയൊരു ഭാഗമുണ്ട്. ജാർഖണ്ഡിലെ രവി എന്നൊരു സെയിൽസ്മാന്റെ കഥ. ഓക്കെ. കേൾക്കുമ്പോൾ സാധാരണ ഒരു കഥയായി തോന്നാം. പക്ഷെ അതിലൊരു നിമിഷമുണ്ട്. രവിയുടെ ദിനചര്യ എന്തായിരുന്നു എന്നോ? എല്ലാ ദിവസവും ഒരേ 40 കടകൾ. കൃത്യമായി പോകും, സംസാരിക്കും, അത്യാവശ്യം ഓർഡർ കിട്ടും. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും വരുമാനം ഒരിഞ്ച് മുന്നോട്ടു പോകുന്നില്ല. ഒരുതരം സ്റ്റക്കായ അവസ്ഥ. ഒരു പീഠഭൂമി പോലെ അല്ലേ? മുന്നോട്ടുമില്ല, പിന്നോട്ടുമില്ല. ഒരുപാട് പേർക്ക് അവരുടെ ജോലിയിൽ ഈ അവസ്ഥ അനുഭവപ്പെടാറുണ്ട്. അതെ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രവിയുടെ ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ കൂടെ വന്നു. അദ്ദേഹം രവിയെ വഴക്കു പറഞ്ഞില്ല, ഉപദേശിച്ച് സമയം കളഞ്ഞില്ല. പിന്നെന്ത് ചെയ്തു? അദ്ദേഹം ഒരൊറ്റ ചോദ്യം ചോദിച്ചു: രവി, കഴിഞ്ഞ മാസം നിങ്ങൾ എത്ര പുതിയ ഔട്ട്ലെറ്റുകൾ ചേർത്തു? കൊള്ളാം. ആ ചോദ്യത്തിനു മുന്നിൽ രവിക്ക് ഉത്തരമില്ലായിരുന്നു. കാരണം ഉത്തരം 0 എന്നായിരുന്നു. നോക്കൂ, അതാണൊരു നല്ല ചോദ്യത്തിന്റെ ശക്തി. 1000 ഉപദേശങ്ങളെക്കാൾ വലുതാണ് ശരിയായ സമയത്തുള്ള ഒരൊറ്റ ചോദ്യം. ആ ചോദ്യം രവിയെ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിർത്തി. ശരിയാണ്. ഒരേ ചക്രത്തിൽ കിടന്ന് കറങ്ങുകയാണെന്ന സത്യം
ഒരു പുറത്തുനിന്നുള്ള ആൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. ഉപദേശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രവി പ്രതിരോധിക്കാൻ ശ്രമിച്ചേനെ. പക്ഷേ ചോദ്യം അയാളെ ചിന്തിപ്പിച്ചു. കൃത്യമായി. ആ ചോദ്യം രവിയുടെ ഉള്ളിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്ത പോലെയായിരുന്നു. അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ രവി സ്വയം ചോദിച്ചു, മുന്നോട്ടു പോകണമെങ്കിൽ ഞാൻ പുതുതായി എന്ത് ചെയ്യണം? അന്ന് തന്റെ സ്ഥിരം 40 കടകൾ സന്ദർശിച്ചതിനു ശേഷം സാധാരണ വീട്ടിലേക്ക് പോകുന്നതിനു പകരം അയാൾ ബൈക്ക് അടുത്തുള്ളൊരു ചെറിയ തെരുവിലേക്ക് തിരിച്ചു. ആഹാ, മുമ്പൊരിക്കലും പോകാത്തൊരു വഴി. അതെ, അയാൾക്ക് പരിചയമില്ലാത്ത, മുമ്പൊരിക്കലും പോയിട്ടില്ലാത്ത ഒരു വഴി. ആ ഒരൊറ്റ തീരുമാനം, അതാണ് ടേണിംഗ് പോയിന്റ്. തീർച്ചയായും. ആ തെരുവിൽ അയാൾ 5 പാൻ കടകളും 2 സ്റ്റേഷനറി കടകളും കണ്ടെത്തി. എല്ലാം ചെറിയ കടകളാണ്, പക്ഷെ അവ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം അയാൾ അത് കണ്ടിരുന്നില്ല. കാരണം അയാൾ ആ വഴിക്ക് നോക്കിയിരുന്നില്ല. അയാൾ ഓരോ കടയിലും കയറി, ഒന്നും വിൽക്കാൻ നിർബന്ധിച്ചില്ല. ഓക്കെ. വെറുതെ ചിരിച്ചു, സംസാരിച്ചു, പരിചയപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന 5 രൂപയുടെയും 10 രൂപയുടെയും ചില സ്നാക്സ് സാമ്പിളായി നൽകി. ഒരു ബന്ധം തുടങ്ങിവെച്ചു. ആ സമീപനം വളരെ തന്ത്രപരമാണ്. പുതിയൊരിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം വിൽക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നമല്ല, നമ്മളെ തന്നെയാണ്. വിശ്വാസമാണ് അവിടെ പ്രധാനം. അതെ, ചെറിയ ഉൽപ്പന്നങ്ങൾ നൽകി തുടങ്ങിയത് റിസ്ക് കുറയ്ക്കാൻ സഹായിച്ചു. ആ കടക്കാരന് നിങ്ങളോടൊരു അടുപ്പം തോന്നാനും ഇയാള് കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കാനും അത് മതി. അവിടെ സംഭവിച്ചതെന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. എന്താണ്? വെറും 2 മാസത്തിനുള്ളിൽ ആ പുതിയ 7 കടകളിൽ നിന്നുള്ള ബിസിനസ് കാരണം രവിയുടെ മാസവരുമാനം 3000 രൂപ വർദ്ധിച്ചു. കൊള്ളാം. അപ്പോഴാണ് രവി ഒരു സത്യം തിരിച്ചറിഞ്ഞത്. ഉറവിടത്തിലെ ആ വാചകം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. മാർക്കറ്റ് അവസാനിച്ചിരുന്നില്ല, രവിയുടെ ചിന്തയായിരുന്നു പരിമിതം. വളരെ ശക്തമായ ഒരു തിരിച്ചറിവാണത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പരിമിതികളെ ലോകത്തിന്റെ പരിമിതികളായി തെറ്റിദ്ധരിക്കും. എനിക്ക് കഴിയില്ല എന്നതിനെ അത് സാധ്യമല്ല എന്ന് നമ്മൾ മാറ്റിയെഴുതും. ശരിയാണ്. ഇവിടെ രവി ഒരു സെയിൽസ്മാൻ എന്ന റോളിൽ നിന്ന് ഒരു മാർക്കറ്റ് എക്സ്പ്ലോറർ അഥവാ കമ്പോളം കണ്ടെത്തുന്ന ഒരാളായി മാറി. വിൽപ്പന നടത്തുക എന്നതിലുപരി പുതിയ അവസരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നതായി അയാളുടെ ജോലി. അപ്പോൾ രവിയുടെ കഥ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്: നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് അവസരങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകാൻ തയ്യാറാകണം. പക്ഷെ നമ്മുടെ ഉറവിടം ഒരു റിയാലിറ്റി ചെക്ക് കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കേവലം വളർച്ചയുടെ മാത്രം കാര്യമല്ല, നിലനിൽപ്പിന്റെയും വിഷയമാണ്. അതെങ്ങനെയാണ്? കമ്പോളം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില കടകൾ അടച്ചുപൂട്ടുന്നു, പുതിയവ തുറക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാറ്റമെന്നത് ബിസിനസിന്റെ അടിസ്ഥാന നിയമമാണ്. നിങ്ങൾ അതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നിങ്ങൾ പുറത്താകും. അതെ. നമ്മൾ സ്ഥിരം പോകുന്ന 40 കടകളിൽ 5 എണ്ണം അടുത്ത വർഷം അടച്ചുപൂട്ടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബിസിനസ് ഒറ്റയടിക്ക് കുറഞ്ഞു. ആ നഷ്ടം നികത്താൻ പുതിയ ഇടങ്ങൾ കണ്ടെത്തിയേ മതിയാവൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഏരിയയിലെ ഒരു പുതിയ ഫ്ളാറ്റ് സമുച്ചയം വരുമ്പോൾ അവിടുത്തെ പുതിയ കടകളിൽ ആദ്യം എത്തുന്നത് നിങ്ങളായിരിക്കുമോ അതോ നിങ്ങളുടെ എതിരാളിയായിരിക്കുമോ? അതൊരു ഓട്ടമത്സരം പോലെയാണ്. അതെ. ഒരു പഴയ കട പൂട്ടിയാൽ ഉണ്ടാവുന്ന ഒഴിവ് ആരാണ് നികത്തുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കും. തീർച്ചയായും. പുതിയ ഔട്ട്ലെറ്റുകൾ കണ്ടെത്തുന്നത് കേവലം ഒരു ഓപ്ഷനല്ല, അതൊരു ആവശ്യകതയാണ്. നിലവിലുള്ളതിനെ സംരക്ഷിക്കാൻ പോലും പുതിയതിനെ കണ്ടെത്തേണ്ടി വരും. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ നമ്മുടെ ഉറവിടം ലോകോത്തര കമ്പനികളുടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഓക്കെ. പുതിയ വിപണികൾ കണ്ടെത്തണം. ഇത് നമ്മളൊരു വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ വളർച്ചയുടെ അടിസ്ഥാന തത്വം എല്ലായിടത്തും ഒന്നു തന്നെയാണെന്ന് കാണാം: വികാസം അഥവാ എക്സ്പാൻഷൻ. അതെ. ഒരു സിഇഒ ബോർഡ് റൂമിലിരുന്ന് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത രാജ്യം ഏതാണെന്നാണ്. രവി തന്റെ ബൈക്കിലിരുന്ന് ചോദിച്ചത് എന്റെ അടുത്ത തെരുവ് ഏതാണെന്നാണ്. കൊള്ളാം. ചോദ്യം ഒന്നു തന്നെ, തലം വ്യത്യസ്തമാണെന്ന് മാത്രം. അതെ. രണ്ടുപേരും വളർച്ചയ്ക്ക് വേണ്ടി നിലവിലുള്ള അതിരുകൾ ഭേദിക്കാൻ ശ്രമിക്കുകയാണ്. ഉറവിടം ആ താരതമ്യം വളരെ ലളിതമായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ലോകോത്തര കമ്പനികൾക്ക് വളരാൻ പുതിയ രാജ്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഒരു സെയിൽസ്മാന് വളരാൻ സ്വന്തം ഏരിയയിലെ ഒരു പുതിയ തെരുവ് പോരെ? ഈ ചോദ്യം എന്നെ വല്ലാതെ ആകർഷിച്ചു. നമ്മൾ പലപ്പോഴും വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും, പക്ഷെ നമ്മുടെ തൊട്ടു മുന്നിലുള്ള ചെറിയ പടികൾ കാണാതെ പോകും. ബുദ്ധിയുള്ള സെയിൽസ്മാൻ തന്റെ ഏരിയയിലെ പുതിയ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നു. വലിയ കമ്പനികൾ പുതിയ രാജ്യങ്ങളിലേക്ക് പോകുന്നു. തത്വം ഒന്നുതന്നെ. ശരി. ഇതെല്ലാം കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊരു സംശയം വരാം. സ്വാഭാവികമാണ്.
അതിനും നമ്മുടെ ഉറവിടത്തിൽ ചില പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് 40+5 നിയമം. അതെന്താണ്? അതായത് എല്ലാ ദിവസവും നിങ്ങളുടെ സ്ഥിരം 40 പഴയ കടകൾ സന്ദർശിക്കുന്നതിനൊപ്പം പുതുതായി 5 ഔട്ട്ലെറ്റുകൾ കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക. ഇതൊരു ശീലം വളർത്തിയെടുക്കാനുള്ള മികച്ച മാർഗമാണ്. പര്യവേഷണത്തെ നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാക്കി മാറ്റുക. അതൊരു അധിക ജോലിയല്ല, പ്രധാന ജോലിയുടെ ഭാഗം തന്നെയാണ് എന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കുക. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എല്ലാ ദിവസവും 5 പുതിയ കടകൾ കണ്ടെത്തുന്നത് പ്രായോഗികമാണോ? ചിലപ്പോൾ ഒരു ദിവസം ഒരുപാട് അലഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലോ? വളരെ നല്ല ചോദ്യമാണ്. ആ ഒരു നിരാശ നമ്മളെ വീണ്ടും പഴയ വഴിയിലേക്ക് തിരികെ നടത്തിക്കില്ലേ? നടത്താൻ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടത്. ദിവസവും 5 പുതിയ ഔട്ട്ലെറ്റ് കണ്ടെത്തുക എന്നതിനേക്കാൾ നല്ല ലക്ഷ്യം ദിവസവും 30 മിനിറ്റ് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. ഓ, അങ്ങനെ. അപ്പോൾ നമ്മുടെ വിജയത്തിന്റെ അളവുകോൽ കണ്ടെത്തൽ അല്ല, അന്വേഷണമായി മാറും. ആ അന്വേഷണത്തിൽ ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാം, പക്ഷെ നിങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് നിങ്ങൾ വിജയിച്ചു. അത് കൊള്ളാം. ഫലത്തെക്കുറിച്ചല്ല, പ്രവൃത്തിയെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ. 5 സാധ്യമല്ലെങ്കിൽ ഉറവിടം ചോദിക്കുന്നു, ദിവസവും ഒരു പുതിയ ഔട്ട്ലെറ്റെങ്കിലും ചേർക്കാൻ കഴിയില്ലേ? ഒരൊറ്റ ഒന്ന്. തീർച്ചയായും കഴിയും. ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഒരു മാസമാകുമ്പോൾ അത് 25-30 പുതിയ ബന്ധങ്ങളായി മാറും. ഒരു വർഷം കൊണ്ട് 300-ലധികം പുതിയ സാധ്യതകളാണ്. അതെ, ചെറിയ ചുവടുകളുടെ വലിയ ശക്തിയാണത്. പിന്നെ മറ്റൊന്ന്, ആദ്യമായി ഒരു കടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നതാണ്. എന്തായിരിക്കണം? ആദ്യ സന്ദർശനത്തില് ഓർഡർ കിട്ടുമോ എന്നതിനേക്കാൾ പ്രധാനം അവിടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ എന്നതാണ്. ആ കടക്കാരനെ മനസ്സിലാക്കുക, അവിടുത്തെ ആളുകളെ മനസ്സിലാക്കുക. ഓർഡറുകൾ ആ വിശ്വാസത്തിന്റെ ഒരു സ്വാഭാവിക ഫലം മാത്രമാണ്. അപ്പോ രവിയുടെ കഥയും ഈ വലിയ കമ്പനികളുടെ കാര്യവും ഈ പ്രായോഗിക നിർദ്ദേശങ്ങളും കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിലല്ല, എങ്ങോട്ടാണ് നോക്കുന്നത് എന്നതിലാണ് കാര്യം. അതെ, നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോൺ നമ്മുടെ വളർച്ചയുടെ ശത്രുവാകാം. ചിന്തയുടെ പരിമിതിയാണ് പലപ്പോഴും മാർക്കറ്റിന്റെ പരിമിതിയായി നമുക്ക് തോന്നുന്നത്. പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നത് വളർച്ചയ്ക്ക് മാത്രമല്ല, നിലനിൽപ്പിനും അത്യാവശ്യമാണ്. തുടങ്ങാൻ ദിവസം ഒരു പുതിയ ഔട്ട്ലെറ്റ് എന്ന ചെറിയ ചുവട് മതി. ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഉറവിടത്തിലെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. എന്താണത്? ഇന്ന് ഞാനൊരു പുതിയ ഔട്ട്ലെറ്റ് ചേർത്താൽ എന്റെ നാളെ കൂടുതൽ മെച്ചപ്പെട്ടതാവില്ലേ? ഈ ചോദ്യത്തിന് വലിയ ആഴമുണ്ട്. ഇത് കേവലം നിങ്ങളുടെ വരുമാനം കൂട്ടുന്നതിനെക്കുറിച്ച് മാത്രമല്ല. അല്ല. നിങ്ങളൊരു പുതിയ വഴിയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ പുതിയ ആളുകളെ കാണുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഓരോ പുതിയ ഔട്ട്ലെറ്റും ഒരു പുതിയ അനുഭവമാണ്, ഒരു പുതിയ പാഠമാണ്. അത് നിങ്ങളുടെ ചിന്തയെ വികസിപ്പിക്കും, ആത്മവിശ്വാസം വർദ്ധിക്കും. അതെ, ഒരു പുതിയ രാവിലെ, ഒരു പുതിയ ഔട്ട്ലെറ്റ്. നമ്മുടെ ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരാശയം കൂടി നൽകുകയാണ്. നിങ്ങളുടെ പ്രവർത്തന ഏരിയ എന്നത് ഒരു ഭൂപടം മാത്രമല്ല, അത് നിങ്ങളുടെ ചിന്തയുടെ ഒരു അതിർത്തി കൂടിയാണ്. ആ അതിർത്തിക്ക് പുറത്തുള്ള നിങ്ങളുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഏതായിരിക്കും?